ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15-ന് ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 വിദേശ ചരക്കു കപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. 2 പേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ 1 വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവെ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200ഓളം വീടുകളിൽ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ MLA-ക്ക് കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിനു പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. admission.bhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്. മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പെട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാന്മാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തീർത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനംപ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8-നാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM-ന്റെ ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15-ന് ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.